നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ ലോകകപ്പ് ജേതാക്കൾ. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് സ്പാനിഷ് പടയുടെ വിജയം. എൻസോ ഫെർണാണ്ടസിന് ചുവപ്പ് കാർഡ് ലഭിച്ചതിന് പിന്നാലെ 10 പേരുമായി പൊരുതിയ അർജന്റീന പൊരുതി നോക്കിയെങ്കിലും നിരന്തരം ആക്രമണങ്ങൾ നടത്തിയ സ്പെയിൻ 106-ാം മിനിറ്റിലാണ് ഫെറാൻ ടോറസിലൂടെ തങ്ങളുടെ വിജയ ഗോൾ നേടിയത്. മത്സരത്തിന്റെ തുടക്കം മുതൽ സ്പാനിഷ് ആധിപത്യത്തിനാണ് മത്സരം സാക്ഷ്യം വഹിച്ചത്. മധ്യനിരയിൽ കളിയുടെ സമ്പൂർണ്ണ നിയന്ത്രണം സ്പെയിനിന്റെ കയ്യിലായിരുന്നു. അർജന്റീനയുടെ മെച്ചപ്പെട്ട പ്രതിരോധവും ഒപ്പം ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടീനീസിന്റെ തകർപ്പൻ പ്രകടനങ്ങളുമാണ് പലപ്പോഴും അർജന്റീനയുടെ രക്ഷയ്ക്കെത്തിയത്. 2010 ആദ്യ ലോകകപ്പ് കിരീടത്തിന് ശേഷം നീണ്ട 16 വർഷങ്ങൾക്കിപ്പുറമാണ് രണ്ടാമതൊരു ലോക കിരീടം സ്പെയിനിലേക്ക് എത്തുന്നത്. പൊതിച്ചോറ് വിവാദത്തിൽ നിലപാട് മയപ്പെടുത്തിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ആശുപത്രികളിൽ രോഗികൾക്ക് ആഹാരം കൊടുക്കുന്നതിൽ എതിരില്ലെന്നും അഭിപ്രായം പറഞ്ഞത് ആലപ്പുഴയിലെ സാഹചര്യത്തിലാണെന്നും കെ മുരളീധരൻ വിശദീകരിക്കുന്നു. ആലപ്പുഴയിൽ സ്ഥലം കയ്യേറി സംഘടനകൾ ഭക്ഷണം കൊടുക്കുന്നു എന്നാണ് മന്ത്രിയുടെ പത്രക്കുറിപ്പിൽ പറയുന്നത്. ആഹാരത്തിന് രാഷ്ട്രീയമില്ലെന്ന് മരക്കം മറിച്ചിൽ. മന്ത്രിയുടെ പരാമർശം വിവാദമായതോടെയാണ് തിരുത്തൽ. ലക്ഷക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമായ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ കിട്ടാനില്ല. 82 കോടി രൂപ കുടിശ്ശികയായതിനെ തുടർന്നാണ് കമ്പനികൾ മരുന്ന് വിതരണം നിർത്തിയിരിക്കുന്നത്. മരുന്ന് കമ്പനിയായ സൺ ഫാർമയ്ക്ക് മാത്രം 12 കോടി നൽകാനുണ്ട്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനാണ് പണം നൽകേണ്ടത്. മരുന്ന് വാങ്ങി 90 ദിവസത്തിനകം പണം നൽകാമെന്നാണ് കരാർ. കുറച്ചു മരുന്നെങ്കിലും ലഭിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള കാരുണ്യ ഫാർമസിയിലും ജീവൻ രക്ഷാ മരുന്നുകളില്ല. അവയവമാറ്റം കഴിഞ്ഞവർ പതിവായി കഴിക്കേണ്ട പാൻഗ്രാഫ് മരുന്ന് 1 മാസത്തിലേറെയായി ഇവിടെയില്ല. കോട്ടയത്ത് മകൾക്ക് വിഷം നൽകിയ ശേഷം ദമ്പതികൾ ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ അമ്മയും മകളും മരിച്ചു. മറ്റപ്പള്ളി ചിറപ്പുറത്ത് ജോബിയുടെ ഭാര്യ ജ്യോത്സ്ന, മൂത്ത മകൾ മരിയ തെരേസ തോമസ് എന്നിവരാണ് മരണപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 5:30യോടെയാണ് മരിയ മരിച്ചത്. മകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു പിന്നാലെ വൈകിട്ട് 4 മണിയോടെ അമ്മ ജ്യോത്സ്നയും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ജ്യോത്സ്നയുടെ മൃതദേഹം ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം ചെയ്യും. അതേസമയം വിഷമുള്ളിൽ ചെന്ന ജോബിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. ഇവരുടെ ഇളയ മകനും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാമ്പത്തിക ബാധ്യതകളെ തുടർന്നാണ് കുടുംബം ജീവനെടുക്കാൻ ശ്രമിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊല്ലം നഗരത്തിൽ നിന്ന് 81 കിലോമീറ്റർ അകലെ പാലരുവി വെള്ളച്ചാട്ടത്തിലേക്ക് 50 ദിവസം കൊണ്ട് ലക്ഷത്തിലേറെ സഞ്ചാരികൾ എത്തി. ആര്യങ്കാവിൽ നിന്ന് 4 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് പാലരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകരുടെ എണ്ണം നിയന്ത്രണാതീതമായതോടെ വനം വകുപ്പ് സുരക്ഷാ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും കർശനമാക്കിയിട്ടുണ്ട്. മെയ് 25-ന് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയ പാലരുവിയിൽ 53 ദിവസം പിന്നിടുമ്പോൾ 99.33 ലക്ഷം രൂപയുടെ റെക്കോർഡ് വരുമാനമാണ് വനം വകുപ്പിന് ലഭിച്ചത്. 18% GST ഉൾപ്പെടെയാണ് ഇത്. പ്രതിദിനം ശരാശരി 1.80 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ജൂലൈ 19 വരുമാനം കൂടി കണക്കിലാക്കുന്നതോടെ ഈ സീസണിലെ ആകെ വരുമാനം 1 കോടി കവിയും. സംസ്ഥാനത്തെ മികച്ച കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും അവാർഡ് നൽകാൻ KSRTC ഓരോ ഡിപ്പോയിലെയും മികച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടെത്തി അവരിൽ നിന്നാണ് സംസ്ഥാനതല പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുക്കുന്നത്. യൂണിറ്റ് ഓഫീസർ ചെയർമാനും സൂപ്രണ്ട് കൺവീനറുമായ 5 അംഗ സമിതിയാണ് താഴെത്തട്ടിൽ മികവ് പരിശോധന നടത്തുക. കോർപ്പറേഷൻ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ വിലയിരുത്തി മാർക്കിട്ടാണ് തെരഞ്ഞെടുപ്പ്. ആകെ 100 മാർക്കിനുള്ളിൽ വരുമാനമുണ്ടാക്കുന്നതിനാണ് കണ്ടക്ടർമാർ മുൻഗണന നൽകേണ്ടത്. ഓരോ ഷെഡ്യൂളിലും നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റിന്റെ 100% നേടുന്നവർക്ക് 60 മാർക്ക് ലഭിക്കും. പ്രതിദിന ഹാജർ, കൃത്യമായ ഡ്യൂട്ടിക്ക് ഹാജരാകൽ എന്നിവയ്ക്ക് 15 മാർക്ക് വീതം ലഭിക്കും. യാത്രക്കാരോടുള്ള സമീപനത്തിന് 10 മാർക്കുണ്ട്. ഡ്രൈവർമാരുടെ കാര്യത്തിൽ ഇന്ധനക്ഷമതയ്ക്കാണ് 60 മാർക്ക്. ഓരോ ഷെഡ്യൂളിനും KMPL കിലോമീറ്റർ പെർ ലിറ്റർ ടാർഗറ്റ് നിശ്ചയിച്ച് അത് നേടുന്നതിനനുസരിച്ച് മാർക്ക് നൽകും. സുരക്ഷിതമായ ഡ്രൈവിംഗിന് 20 മാർക്കും ഹാജറിനും സമയകൃത്യതയ്ക്കും 15 മാർക്കും അച്ചടക്കത്തിന് 5 മാർക്കും നിശ്ചയിച്ചിട്ടുണ്ട്. വൈദ്യുതി നിയന്ത്രണം 3 ദിവസം ഒഴിവാക്കിയെങ്കിലും മുന്നിലുള്ളത് കടുത്ത പ്രതിസന്ധി. വെള്ളി ശനി ദിവസങ്ങളിൽ ഉപഭോഗത്തിൽ നേരിയ കുറവുണ്ടായതും ഞായറാഴ്ച ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ പ്രമാണിച്ച് അധിക വൈദ്യുതി ഉറപ്പാക്കിയതുമാണ് പ്രതിസന്ധി ഒഴിവാക്കിയത്. ഇന്നലെ രാത്രി 200 മെഗാവാട്ടോളം വൈദ്യുതി പവർ എക്സ്ചേഞ്ചിൽ നിന്ന് ലഭ്യമാക്കിയിരുന്നു. 200 മെഗാവാട്ടിന്റെ പുതിയ കരാർ പ്രകാരം വൈദ്യുതി കിട്ടിത്തുടങ്ങിയെങ്കിലും നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ പര്യാപ്തമല്ല. ചൂട് കൂടിയതോടെ AC ഉൾപ്പെടെ വ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ പീക്ക് സമയ ആവശ്യകത ഉയരാനാണ് സാധ്യത. ജലവൈദ്യുത പദ്ധതികളിൽ ഉൽപാദനം കൂട്ടാനാകാത്ത സ്ഥിതിയിലാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡിൽ നിന്ന് നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന മരുന്നുകൾ മോഷണം പോയി. ശനിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. 14-ാം വാർഡിലായിരുന്നു മോഷണം. ആശുപത്രി അധികൃതർ മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി.
മോഷ്ടിച്ച മരുന്നുകളുടെ അളവ് ലഭ്യമായിട്ടില്ല. വാർഡിൽ നഴ്സുമാർ മരുന്ന് വിതരണം ചെയ്യുന്നതിനിടെയാണ് മോഷണം. ഫാർമസിയിൽ നിന്ന് എത്തിച്ച മരുന്നുകളാണ് കവർന്നത്. ഉറക്കഗുളികകളും വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കും കഴിക്കുന്ന മരുന്നുകളും നഷ്ടമായവയിൽപ്പെടുന്നു. ഡബിൾ ലോക്കറിൽ വെക്കേണ്ട അതീവ സുരക്ഷയിൽ സൂക്ഷിക്കേണ്ട മരുന്നുകളാണ് മോഷണം പോയതെന്നാണ് വിവരം. നാർക്കോട്ടിക് വിഭാഗത്തിൽപ്പെടുന്നവയായതിനാൽ ഇതുപയോഗിച്ചാൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകും. ആശുപത്രി സെക്യൂരിറ്റി ഓഫീസറുടെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് ഒറ്റപ്പാലം ചെറുപ്പുളശ്ശേരി റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഈ റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾ ഇന്ന് പണിമുടക്കും. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചതിനെ തുടർന്നാണ് ബസ് ഉടമകളുടെ സമര നടപടി. നിലവിൽ ഈ പാതയിലൂടെ 80ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. തിങ്കളാഴ്ചത്തെ ഏകദിന പണിമുടക്ക് യാത്രക്കാരെ കാര്യമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. ഇന്നത്തെ സമരത്തിന് ശേഷവും റോഡ് നവീകരണത്തിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ മാസം 27 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും ബസ് ഉടമകൾ മുന്നറിയിപ്പ് നൽകി. നഗ്നയായി ക്ഷേത്രവിഗ്രഹവുമെടുത്ത് ക്ഷേത്രകുളത്തിൽ ചാടി മരിച്ചെന്ന് പറയുന്ന ടെക്കി യുവതിയായ തേജസ്വിനി താമസിച്ചിരുന്നത് പ്രതിമാസം 1 ലക്ഷത്തോളം രൂപ വാടകയുടെ ഫ്ളാറ്റിൽ. തേജസ്വിനിയുടെ സാമ്പത്തിക ഇടപാടുകൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുകളിലത്തെ 2 നിലകളും ലോഡ്ജ് പോലെ പ്രവർത്തിക്കുന്നവയായിരുന്നു. അന്വേഷണത്തിൽ വ്യക്തമായി തേജസ്വിനി ക്ഷേത്രത്തിൽ നിന്നെടുത്തെന്ന് പറയുന്ന വിഗ്രഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതിനായി ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് ബോട്ടുകൾ വിന്യസിച്ച് തിരച്ചിൽ നടത്തുകയാണ്. കേസിലെ നിർണായക തെളിവാണ് ഈ വിഗ്രഹം എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിഗമനം. ഹൈദരാബാദിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് തേജസ്വിനി. മുങ്ങിമരിക്കുന്നതിന് തൊട്ടുമുമ്പായി യുവതി നഗ്നയായി ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതായും വിഗ്രഹം കയ്യിലെടുത്ത് ക്ഷേത്രകുളത്തിലേക്ക് പോവുകയായിരുന്നുവെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. CCTV ദൃശ്യങ്ങളിൽ ഇതെല്ലാം വ്യക്തമാണ്. യുവതി ക്ഷേത്രത്തിന് സമീപം എത്തിയ ശേഷം സാരി കളയുകയായിരുന്നു. പിന്നാലെ അമ്മവാര് ദേവിയുടെ വിഗ്രഹമെടുത്ത് സമീപത്തെ കുളത്തിലേക്ക് നടന്നുപോയി വെള്ളത്തിൽ ചാടി. പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് ആരംഭിക്കാനിരിക്കെ ദേശീയ തലസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി ഡൽഹി പോലീസ്. നിയമവും ക്രമസമാധാനവും ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി കോക്രോച്ച് ജനതാ പാർട്ടി CJP പ്രഖ്യാപിച്ച ചലോ സൻസദ് മാർച്ചിന് അനുമതി നൽകില്ലെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കി. ന്യൂഡൽഹി ജില്ലയിലുടനീളം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത സെക്ഷൻ 163 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂർ അനുമതിയില്ലാതെ 5ഓ അതിലധികമോ പേർ ഒത്തുകൂടുന്നതും പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുന്നതും പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 223 പ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ അറിയിച്ചു. ദീർഘകാല നിരാഹാര സമരത്തെ തുടർന്ന് ആരോഗ്യനില വഷളായ കാലാവസ്ഥാ പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ സഫദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി ശരിവെച്ച് ഡൽഹി ഹൈക്കോടതി. അദ്ദേഹത്തെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നോ ശാരീരിക സ്വയംഭരണാവകാശം ലംഘിച്ചെന്നോ പറയാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. മുത്തലാഖും ബഹുഭാര്യാത്വവും നിരോധിക്കുക, നിക്കാഹ് ഹലാല ക്രിമിനൽ കുറ്റമാക്കുക, മതങ്ങളിലുടനീളം വിവാഹങ്ങളുടെയും വിവാഹമോചനങ്ങളുടെയും രജിസ്ട്രേഷൻ നിർബന്ധമാക്കുക, പട്ടികവർഗക്കാരെ അതിന്റെ പരിധിക്ക് പുറത്തു നിർത്തുക തുടങ്ങിയ പൊതു സിവിൽ നിയമത്തിന് വഴിയൊരുക്കുന്ന ഏകീകൃത സിവിൽ കോഡ് ബില്ലിന്റെ കരട് മധ്യപ്രദേശ് മന്ത്രിസഭ ഞായറാഴ്ച അംഗീകരിച്ചു. ഇന്ന് ആരംഭിക്കുന്ന നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെ അധ്യക്ഷതയിൽ ഭോപ്പാലിലെ ജഗദീഷ്പൂരിൽ ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇന്നു മുതൽ ആരംഭിക്കുന്ന നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നിയമസഭ പാസാക്കുകയും ഗവർണറുടെ അംഗീകാരം ലഭിക്കുകയും ചെയ്താൽ ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരും. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നടന്ന കാണിക്ക തട്ടിപ്പ് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം സുപ്രീം കോടതിയിൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിനാണ് മുദ്രവെച്ച കവറിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് സുപ്രീം കോടതി കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. നാഗാലാൻഡിലെ മോൺ ജില്ലയിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ വൻ ഉരുൾപൊട്ടലിൽ 3 പേർ മരിച്ചു. 4 പേർ മണ്ണിനടിയിൽ കുടുങ്ങിയിരിക്കാമെന്നാണ് സംശയം. തുടർച്ചയായ മഴയും പുതിയ ഉരുൾപൊട്ടൽ ഭീഷണിയും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. മോൺ പട്ടണത്തിൽ 10 മുതൽ 15 വരെ വീടുകളിലാണ് ഉരുൾപൊട്ടലിൽ തകർന്നത്. അസം റൈഫിൾസ് ക്യാമ്പിന് താഴെയുള്ള പ്രദേശത്താണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ നിരവധി വീടുകൾ മണ്ണിനടിയിലാവുകയോ ഒലിച്ചു പോവുകയോ ചെയ്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പെറുവിലെ ആൻഡീസ് മേഖലയിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 30-ലധികം പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പർവ്വത പ്രദേശങ്ങളിൽ 100 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. മധ്യ ഉയർന്ന പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായും മണ്ണിടിച്ചിലിനും വിദൂര ഗ്രാമങ്ങളിൽ വൈദ്യുതി തടസ്സത്തിനും കാരണമായതായും പ്രാദേശിക ഭരണകൂടം അറിയിച്ചു.
നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും രക്ഷപ്പെട്ടവരെ തിരയുന്നതിനും അടിയന്തര സംഘങ്ങളെ ഉടൻ വിന്യസിച്ചു. അതേസമയം വരും മണിക്കൂറിൽ തുടർചലനങ്ങൾ ഉണ്ടാകാമെന്ന് പ്രാദേശിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ജോർദാനിലെ അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയുമായി US. ഇറാനിൽ നിർമ്മാണം നടക്കുന്ന ആണവ നിലയത്തിലടക്കം ആക്രമണം നടത്തിയെന്ന് അമേരിക്ക അറിയിച്ചു. ഡാർക്കോവിൻ ആണവ നിലയത്തിനാണ് ആക്രമണം നടത്തിയത്. ഇറാനിൽ ഇന്നലെ രാത്രി മുതൽ നടത്തിയ വ്യാപക മിസൈൽ ബോംബിംഗ് തീരനിരീക്ഷണ സംവിധാനങ്ങൾ, റഡാറുകൾ, നാവിക സംവിധാനങ്ങൾ, മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തതായി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളും അമേരിക്ക പുറത്തുവിട്ടു. ജോർദാനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും ചെയ്ത സംഭവത്തെ തുടർന്നാണ് ഇറാനിൽ അമേരിക്ക വ്യാപക ബോംബാക്രമണം നടത്തിയത്. US-ലെ ന്യൂയോർക്കിൽ മേയർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മുസ്ലിം വോട്ടർമാരെ സന്തോഷിപ്പിക്കാനാണ് സൊഹ്റാൻ മംദാനി വീമ്പിളക്കിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു സൊഹ്റാൻ മംദാനിയുടെ പ്രഖ്യാപനം. എന്നാൽ ഇപ്പോഴിതായി ആ വെല്ലുവിളി സ്വീകരിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിക്കാനിരിക്കുകയാണ്. എന്നാൽ വിദേശ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവിടാൻ തനിക്ക് അധികാരമുണ്ടോ എന്ന് അറിയില്ലെന്നും ഇക്കാര്യം നിയമവിദഗ്ധരുമായി കൂടിയാലോചിക്കുകയാണെന്നും മാറ്റിപ്പറയുകയാണ് മംദാനി. UN സമ്മിറ്റിൽ പങ്കെടുക്കാനാണ് നെതന്യാഹു ന്യൂയോർക്കിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.